ഇന്ന് ദീപാവലിയാണ്. അപ്പൊ നമ്മള് ദീപമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ആദ്രിക്കുട്ടനും ഞാനും ഇങ്ങനെ ദീപാവലിക്ക് വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഹാപ്പി ദിവാലി. ഇപ്പൊ എല്ലാരും വീട്ടില് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങള് മഴ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ വിളക്കൊക്കെ കത്തിച്ചു. കുറേ വിളക്കൊക്കെ കെട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ദീപാവലി ആഘോഷിക്കുകയാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം അല്ലേ? അതേപോലെ രാമൻ അയോധ്യയിലേക്ക് മടങ്ങി വരുമ്പോൾ രാമനെ സ്വീകരിക്കാനാണ് ദീപങ്ങളൊക്കെ കത്തിച്ച് വെക്കുന്നത് എന്നൊക്കെയാണ് ഐതിഹ്യം. അതായത് രാവണനെ നിഗ്രഹിച്ച ശേഷം സീതയുമായി രാമൻ അയോധ്യയിലേക്ക് വരികയാണ്. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് അല്ലേ? അപ്പോൾ തിന്മയുടെ മേൽ നന്മയുടെ വിജയം. അപ്പോൾ നമുക്കും എല്ലാവർക്കും ദീപം എന്ന് പറഞ്ഞ പ്രകാശമാണല്ലോ. അപ്പോൾ പ്രകാശമൊക്കെ കത്തിച്ച് വെച്ച് വിളക്കൊക്കെ വെച്ച് നമുക്കിങ്ങനെ ദീപാവലി ആഘോഷിക്കാം. ഹാപ്പി ദിവാലി. ദീപാവലി സെലിബ്രേഷൻ്റെ ഭാഗമായി ദീപങ്ങളൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ദേ അവിടെയും വെച്ചിട്ടുണ്ട്. അതുപോലെ ദേ നമ്മൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ അദ്രിക്കുട്ട ദേ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അദ്രിക്കുട്ട ദീപമാണ് കേട്ടോ, വിളക്കാണേ. നോക്കട്ടെ. പിന്നെന്താ, അദ്രിക്കുട്ട ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് അദ്രിക്കുട്ട നേരെ നിൽക്കില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ വികൃതി കാട്ടിക്കൊണ്ടിരിക്കേ. നല്ല കുട്ടിയായിട്ടിരിക്കണ്ടല്ലോ. അയ്യോ നല്ല കുട്ടിയാണല്ലോ. അപ്പൊ അദ്രിക്കുട്ടൻ പറയണം അദ്രിക്കുട്ടൻ്റെ ഒരു ഫോട്ടോ എടുക്കുമെന്ന്. അപ്പൊ നമ്മുടെ ലൈറ്റ് കുറവാണ് ആ ഭാഗത്ത്. എന്നാലും നമ്മൾ അദ്രിക്കുട്ടൻ്റെ ഫോട്ടോ എടുത്തു. ഹായ് പറയൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നത്തെ കൊച്ചു വീഡിയോ.